കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ഉണ്ടായ അതിദാരുണമായ സംഭവം. ഒരു TTR പിടിച്ചു തള്ളി വെളിയിലിട്ട് അദ്ദേഹം മറ്റൊരു ട്രെയിൻ കയറി മരണപ്പെട്ടു. ഈ സംഭവം ഒരു നെടുക്കത്തോടു കൂടിയാണ് നമ്മളൊക്കെ കേട്ടത്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. സാധാരണ വടക്കേ ഇന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സംഭവം ഒഴിവാക്കാമായിരുന്നു. ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു. അത് ഒഴിവാക്കാവുന്ന കാര്യമായി. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഒരു പൂർണ്ണ ആരോഗ്യവാനല്ല, ഒരു വികലാംഗനാണ്, നടക്കുവാൻ ശേഷിയില്ലാത്തൊരു മനുഷ്യൻ, നിൽക്കുവാൻ കഴിയാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തെ 4-5 പോലീസുകാർ താങ്ങിയാണ് വാഹനത്തെ കയറ്റി ഇറക്കുന്നതും ഒക്കെ. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്ത, ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം ഒഡീഷക്കാരനാണ്. കേരളത്തിലേക്ക് വന്ന് തൊഴിൽ തേടി. അദ്ദേഹത്തിന് ഏതോ ഹോട്ടലിൽ ജോലി ലഭിച്ചു. ക്ലീനിങ് ജോലിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കാര്യം അത് ചെയ്യാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനുള്ളൂ. എന്നാലും അദ്ദേഹത്തിനൊരു ജോലി കൊടുത്തതിൽ നമുക്ക് സന്തോഷിക്കാം. നല്ലത് മനസ്സ് കാണിച്ച ഹോട്ടൽ ഉടമയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാര്യം കഴിവില്ലാത്തവർക്കും വികലാംഗർക്കും ഒരു ജോലി ലഭിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആരും അങ്ങനെ ജോലി കൊടുക്കാറില്ല. എന്നാൽ ആ മനുഷ്യൻ ജോലി ചെയ്ത ഹോട്ടലിൽ അന്നത്തെ ദിവസം മദ്യവെച്ചു. അതിൻ്റെ ഓണർ അത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിനുള്ള കാശ് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യന് സ്വല്പം പൈസ കിട്ടി. അദ്ദേഹം പോയി ആ വിഷമത്തിൽ പോയി സ്വല്പം മദ്യവെച്ചു. മദ്യവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ടിക്കറ്റ് എടുത്തോ ഇല്ലയോ നമുക്കറിയത്തില്ല. ആദ്യമൊക്കെ കേട്ട ന്യൂസ് അദ്ദേഹം ഓർഡിനറി ടിക്കറ്റ് എടുത്തു എന്നാണ്. എന്നാൽ അദ്ദേഹം റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇരുന്നു എന്നാണ് ടീച്ചർമാർ പറയുന്നത്. നമുക്കറിയത്തില്ല. എന്നാൽ മരണപ്പെട്ട ആ TTRക്ക് ഒരു സ്വല്പം സ്നേഹം, ദയ, കരുണ ഇതൊക്കെ സ്വല്പം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ വലിയ ദുരന്തം ഉണ്ടാകുകയില്ലായിരുന്നു. ഒരു മനുഷ്യൻ്റെ ജോലി നഷ്ടപ്പെട്ട് ആ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അദ്ദേഹം ആരോഗ്യവാനല്ല, എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുവാൻ. ആ ഒരു പ്രയാസത്തിലും വിഷമത്തിലും സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറിപ്പോയ മനുഷ്യൻ കയറിയിരുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ. ആ TTRക്ക് പറയാമായിരുന്നു, ഇത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ്, ഇവിടെ നിന്ന് ഇറങ്ങണം, പിടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ RPFനെ വിളിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കണമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഇറക്കി വിടണമായിരുന്നു. ആ ഒരു മനസ്സ് അവിടെ കാണിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അതിന് പകരം എന്താണ് ആ TT ചെയ്തത്? 1000 രൂപ അദ്ദേഹത്തിൻ്റെ പെറ്റി അടയ്ക്കണമെന്ന് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട് 10 പൈസ കയ്യിലില്ലാതെ സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനോട് 1000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു പെറ്റി. അവിടെ ഒരു ദയ അത് ആ മനുഷ്യനോട് കാണിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. എത്ര പേര്
സാധാരണ ഈ ഭിക്ഷക്കാർ നിവൃത്തിയില്ലാത്തവരൊക്കെ കയറി അവിടെ ഇരിക്കും, വാതിക്കലൊക്കെ കയറിയിരിക്കും ടിക്കറ്റ് എടുക്കാൻ. അവരെയൊക്കെ ചിലയിടത്ത് വരുമ്പോൾ ഇറക്കി വിടാറുണ്ട്. പോലീസോ ഒക്കെ വന്ന് അവരെ ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറക്കി വിടാറുണ്ട്. അത്രയും മതിയായിരുന്നു. അദ്ദേഹവുമായിട്ട് തർക്കിക്കേണ്ട കാര്യമില്ലായിരുന്നു, തർക്കിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അദ്ദേഹത്തെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ RPF വിളിച്ച് അദ്ദേഹത്തിന് ഏൽപ്പിക്കാമായിരുന്നു. അത് നടന്നില്ല. അദ്ദേഹവുമായിട്ട് തർക്കിച്ചു. ആ തർക്കിച്ചതുകൊണ്ടാണ് ആ മനുഷ്യന് TTR പിടിച്ച് തള്ളിയെന്ന് പറയാൻ നമുക്കറിയത്തില്ല. സംഭവം എന്താണെന്ന് അറിയത്തില്ല. അതൊക്കെ അന്വേഷണ പരിധിയിലാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ്. തള്ളിയിട്ടെന്ന്, ചവിട്ടി താഴെയിട്ടെന്ന്. ഈ ആരോഗ്യമില്ലാത്ത മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അല്ലെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ അത്ര എളുപ്പം പറ്റുന്നില്ല. കാരണം അദ്ദേഹം ഒരു പൂർണ്ണ ആരോഗ്യവാനല്ല. അല്ല എന്ന് പറയാൻ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് പോലീസിൻ്റെ വാഹനത്തെ കയറിയിരിക്കാൻ പോലും കഴിയുന്നില്ല, ഇറങ്ങി നടക്കാൻ പോലും അദ്ദേഹത്തെ കഴിയുന്നില്ല. 4-5 പോലീസുകാർ അദ്ദേഹത്തെ താങ്ങി പിടിക്കുക. അപ്പം ആ മനുഷ്യന് ചവിട്ടിയിട്ടു, പിടിച്ചു തള്ളി എന്നൊക്കെയാണ് സംസാര വിഷയം. എന്തുമാകട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. തെറ്റ് ചെയ്തവർ ഒരിക്കലും വെറുതെ പോകാൻ പാടില്ല, ശിക്ഷ അനുഭവിക്കണം. പക്ഷേ അത് ഒഴിവാക്കാമായിരുന്നു. അതാണ് എനിക്ക് പറയാൻ. ടീച്ചർമാരൊക്കെ മനുഷ്യനെ പിഴിഞ്ഞ്, സാധാരണക്കാരനെ പിഴിഞ്ഞ് റെയിൽവേക്ക് കാശുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ പാസ് തീർന്നു പോയവരൊക്കെ കൈ കിട്ടിയാൽ അവർ ശരിക്ക് അവരെ പിഴിഞ്ഞെടുക്കുന്നു. ഇതേപോലെ സാധാരണക്കാരന് ഈ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്താൽ അവരോടൊന്നും ഒരു ദയയില്ല, അവർക്ക് ഒരു കരുണ അവർക്കില്ല. അവരുടെ ഉദ്യോഗത്തിൻ്റെ പവറിൽ അവർ പ്രവർത്തിക്കും. എന്നാൽ ഇതിനിടയ്ക്ക് ചില ചിറ്റികളുണ്ട്, പോലീസിനെ പോലെ പെരുമാറും. ആ രീതിയിലുള്ള സംഭാഷണങ്ങൾ, ആ രീതിയിൽ മനുഷ്യനെ കൈകാര്യം ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ടീച്ചർമാരുണ്ട്. പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ്. അവിടെ സഹവിശ്വാസികളോട് ശ്രദ്ധയും കരുണയും മനസ്സലിവും ഒക്കെ ഉണ്ടാകും. നിങ്ങളിനി എത്ര ലക്ഷം പിരിച്ച റെയിൽവേക്ക് കൊടുത്താലും നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് പാരിതോഷികം തരുമായിരിക്കും, ചില പ്രൊമോഷൻ കിട്ടുമായിരിക്കും. അതിനപ്പുറമൊന്നുമില്ല, ഒന്നും കിട്ടാനില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അയാൾ റെയിൽവേക്ക് കുറേ പണം ഉണ്ടാക്കി കൊടുത്തിട്ട് അയാൾക്ക് എന്ത് നേട്ടമായിട്ടുണ്ടായി? വല്ല നേട്ടമുണ്ടായി? എല്ലാം പോയില്ല എന്ന് പറഞ്ഞ പോലെ ആ സാധാരണ മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ, ആരോഗ്യവാനല്ലാത്ത ആ മനുഷ്യന് 1000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ മനസ്സാക്ഷി അവിടെ ഒട്ടുമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഇനിയുള്ളവരെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ നിന്നും മാറി ചിന്തിക്കണം. അവരുടെ ജീവനാണ് വലുത്. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ.